പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ടിപ്പോൾ ജമ്മു കാശ്മീരിലാകട്ടെ രണ്ടാം ദിവസവും പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയാണ്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് ആകട്ടെ ആകെ പെട്ട അവസ്ഥയിലുമാണ്. കടുത്ത നടപടിയാണ് ഇത്തരത്തിൽ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർക്ക് നേരെ സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരെ അവിടെ നിന്നും പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തുകയും കണ്ണീർ വാതകം ഉപയോഗിക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ സമാധാനപൂർണമായി തന്നെ ചില പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധമാകട്ടെ രണ്ടാം ദിവസവും വലിയ രീതിയിൽ തെരുവിലിറങ്ങിക്കൊണ്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത്. മാത്രമല്ല ഇറാനിലും സമാനമായ രീതിയിൽ വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. മാത്രമല്ല ഖൊമേനിയുടെ മരണത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നതായിരുന്നു മറ്റൊരു വാസ്തവം. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് രണ്ടാം ദിനമാണ് ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധകരെ പിടിച്ചുവിടാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഖൊമേനി കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ജമ്മു കാശ്മീരിൽ വിഘടനവാദി ഗ്രൂപ്പുകൾ അവിടെ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവരിൽ കൂടുതലും വിഘടനവാദി ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരായിരുന്നു എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരാകട്ടെ പോലീസിന് നേരെ കല്ലേറ് നടത്തുകയും ഇതോടുകൂടി തന്നെ ജമ്മു കാശ്മീർ പോലീസ് പ്രതിഷേധകരെ അവിടെ നിന്ന് അതായത് അടിച്ചോടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ലാത്തിചാർജ് ആരംഭിച്ചതോടുകൂടി തന്നെ വിഘടനവാദികൾ അവിടെ ചിതറിയോടുകയും 15 ലക്ഷത്തോളം ഷിയ മുസ്ലിങ്ങളാണ് ജമ്മു കാശ്മീരിലുള്ളത്. ഞായറാഴ്ച ഇവരാകട്ടെ ലാൽ ചൗക്ക് അതേപോലെ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടത്തിയത്. എന്നാൽ പോലീസിന്റെ കർശന നിർദ്ദേശപ്രകാരം സമാധാനപൂർണമായിട്ടാണ് അവിടെ പ്രതിഷേധങ്ങൾ നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിഘടനവാദി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ബന്ദ് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ പോലീസ് ലാൽ ചൗക്കിലെ 2 ഗർഡിന് ചുറ്റും തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അടയ്ക്കുകയാണ് ചെയ്തത്. പ്രതിഷേധകരുടെ ഒത്തുചേരൽ തടയാൻ നഗരത്തിൽ ഉടനീളം തന്നെ ധാരാളം പോലീസിനെയും അർദ്ധസൈനിക CRPF ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമായി തന്നെ മുൻകരുതൽ നടപടിയായി തന്നെ സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 ദിവസത്തേക്കാണ് ഇപ്പോൾ അധികൃതർ അടച്ചിട്ടിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായതായും വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്ന US സൈന്യത്തിന്റെ ക്യാമ്പുകളിലേക്കാണ് ഇറാൻ വൻതോതിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നടന്ന ആക്രമണത്തിലാണോ അബദ്ധത്തിൽ വെടിവെച്ചതാണോ എന്നതിൽ ഇതുവരെയും പുറത്തു വരാതെ തന്നെ വ്യക്തത വരാതെ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ തകർന്നു വീണതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടയിൽ തന്നെ ഇറാനിയൻ സൈനിക ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയും പടിഞ്ഞാറൻ ഇറാനിൽ വലിയ രീതിയിൽ ഒരു വിമാനത്താവളത്തിന് നേരെ പുതിയ രീതിയിൽ ആക്രമണം നടത്തിയതായി തന്നെ വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.